ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഇന്നും വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ നേരത്തെ ഒരു 6 7 ദിവസമായി നമ്മളൊരു പായ്ക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ബാക്കി വരുന്ന ചോറ് ഒരു സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമാതിരിയുള്ള കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ചോറ് നമ്മുടെ പച്ച മഞ്ഞളും കൊണ്ട് ഒരു പായ്ക്ക് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോഴും ഞാനിത് നമ്മൾ അല്ലാത്ത ദിവസമൊക്കെ അന്നന്ന് നമ്മൾ ചെയ്ത് അന്നന്നിട്ട് പോലും അപ്പോഴാ ഒരു പായ്ക്ക് ഇത്ര ദിവസം ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നത് കേട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ആ ചോറ് അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. നമുക്ക് റോസ് വാട്ടറോ എന്തോ വേണേലും നമുക്ക് അതിനകത്ത് ചേർക്കാം, പക്ഷേ വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്, വെള്ളം ചേർത്ത് നമ്മൾ അരയ്ക്കരുത്. അപ്പോഴങ്ങനെ അന്ന് ഞാൻ എടുത്തു വെച്ചിരുന്നതേ ഞാൻ നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ ഇത്ര ദിവസമായിട്ട് അത് പന്നലായില്ലെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കണ്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ബാക്കി വന്നത് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ വെറുതെ എങ്കിലും ചിന്തിച്ച് നോക്കും കേട്ടോ. ഞാൻ വിചാരിക്കും ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ അങ്ങ് കളയും, പക്ഷെ ഞാൻ ആ ഒരു പായ്ക്ക് ഞാൻ അങ്ങനെ അപ്പോഴും കുറേശ്ശെ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. ഇതുവരെ അത് പന്നലായില്ല കേട്ടോ. അപ്പോഴേ ഇങ്ങനെ സൂക്ഷിക്കാം നമുക്ക്. ഇതിപ്പോൾ 6ാമത്തെ ദിവസം 6 7 ദിവസമായി. ഞാൻ വീഡിയോ നോക്കട്ടെ. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം കണ്ടായി കേട്ടോ നമ്മൾ ആ പായ്ക്ക് ഉണ്ടാക്കിയത്. പായ്ക്ക് ഉണ്ടാക്കിയിട്ട് 6 ദിവസമായി തോന്നുന്നു. 7ാമത്തെ ദിവസമൊന്നും 6ാമത്തെ ദിവസമായി കേട്ടോ. 1 2 എന്തായാലും 5 6 ദിവസമായി നമ്മളത് ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പായ്ക്ക് നമ്മൾ വീണ്ടും ഞാൻ എന്നും നമ്മൾ ചെയ്യും കേട്ടോ. വേറെ ഞാനോ മക്കളോ ഇതെടുത്ത് തേക്കാറുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് പന്നലായി പോകത്തില്ല. നമ്മൾ വെള്ളം ചേർക്കരുത്. നമ്മൾ അതിനകത്ത് ചേർത്തേക്കുന്ന സംഭവങ്ങളെല്ലാം കിടുക്കാച്ച ഐറ്റങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി ചില്ല് കുപ്പിയെങ്കിൽ ചില്ല് കുപ്പി, അല്ലെങ്കിൽ ഇത് നമ്മുടെ ആലോവേര ജെല്ല് വാങ്ങിക്കുന്ന ബോട്ടിലാണല്ലോ, ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രീസറിനകത്തല്ല, താഴെ വെച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ ഞാൻ കുറച്ചെടുത്ത് വീണ്ടും നമുക്കത് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോഴിത് പന്നലാവത്തില്ല. വെള്ളം തൊടിയേ ചെയ്യരുത്. അപ്പോഴാരോ ഒരു മോളെന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യാമെന്ന്. വെള്ളം വെച്ച് അരയ്ക്കരുത് കേട്ടോ. നമുക്ക് റോസ് വാട്ടർ നമുക്ക് എടുക്കാം. അതാണ് ഇത് കണ്ടോ, അങ്ങനെ തന്നെ ഇരിക്കാം, വിശ്വസിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ വെറുതെ ഒന്നുമല്ല ഇതൊന്നും കാണിക്കുന്നത്, നമ്മളത് ഉപയോഗിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ കുറച്ച് അതിനകത്തുനിന്ന് വീണ്ടും എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇന്നും നമുക്ക് ആ പായ്ക്കാനെ നമുക്ക് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോഴേ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി ചെയ്യുന്നതൊക്കെ കേട്ടോ. ബാക്കി വന്ന ചോറും കൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അഥവാ ഇത്തിരിയും കൂടെ ഒരു ക്രീമി പരുവത്തിൽ, ഇതും കുഴപ്പമില്ല, അത് തന്നെ സെയിം നമ്മുടെ ആ ക്രീം തന്നെ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആലോവേര ജെല്ല് ഫ്രഷ് തന്നെയാണ് നമ്മൾ അപ്പോഴും ചേർത്തത്, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഇത് പന്നലാവാതെ ഇരുന്നത് കേട്ടോ. അപ്പോഴേ കുറച്ച് തോണ്ടി വേറെ സ്പൂൺ എടുത്തുകൊണ്ട് വന്നില്ല. നമ്മൾ നമ്മുടെ ഇതിൻ്റെ കുപ്പിക്കകത്ത് ഇട്ടാലേ ചീത്തയായി പോയാലേട്ടോ. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഇട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ആ ഒരു ടിപ്പ് കേട്ടോ. പച്ചമഞ്ഞളിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. അത് ആ ഒരു മിക്സ് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഞാൻ ആ ജെല്ലിട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ കൂട്ടുകാരെ ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്തിട്ട് നമുക്ക് കുളിക്കാം. സോപ്പിടാതിരുന്നാൽ മതി മുഖത്ത് കേട്ടോ. സോപ്പിടാതിരുന്നാൽ മതി. ആ ഒരു ക്രീം എന്ത് രസം പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. നമ്മുടെ ആ ക്രീം കേട്ടോ. ഇന്നലത്തെ എല്ലാവരും ചെയ്ത് നോക്കി. അതേ സുപ്പ് വീണ്ടും ഇട്ട് കാണിക്കുക. അപ്പോഴേ നമ്മൾ ഈ ബാക്കി വന്ന ചോറൊക്കെ എന്തുമാത്രം നമ്മൾ വെറുതെ റോഡിലോട്ടും നമ്മുടെ പറമ്പിലോട്ടും ഒക്കെ എടുത്തെറിയുന്നു. അതൊക്കെ നമ്മളിങ്ങനെ കേട്ടോ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു പായ്ക്കാണ് ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇച്ചിരി കൂടെ അലോവേര ജെല്ല് ഇത്രന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് കയ്യിൽ മുഖത്തുമൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം. എവിടെ ഇരുന്നിട്ട് ഇവിടെ വെയിൽ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ പിന്നെ അന്ന് നമ്മൾ വീഡിയോ ഇട്ടതാണല്ലോ, പിന്നെ വീണ്ടും നമ്മളത് ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ. ചെയ്യാം. അപ്പോൾ
അപ്പോഴിത് നശിച്ചു പോയില്ലെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇത്രയും ദിവസം സൂക്ഷിച്ച് വെച്ചിട്ടും അത് ഒരു കുഴപ്പമില്ല. ഈ ഒരു പായ്ക്ക് മാത്രം ഞാൻ അത് നോക്കിയത് തന്നെ കേട്ടോ. ഞാൻ നോക്കിയത് അത് ഇരിക്കോ ഇല്ലയോ എന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇരിക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങളും ചെയ്ത് നോക്കിക്കോ. സുപ്പു ഗ്യാരൻറ്റി തന്നേക്കുന്നു കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിയുന്നതിന് ശേഷം മാത്രം ഇതൊക്കെ ഇടുക, പായ്ക്കൊക്കെ ഇടുക. മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ തുണി നമ്മുടെ ഇതിനകത്തായാലേ മഞ്ഞ കളറായതുകൊണ്ട് പഴയതൊക്കെ ഇട്ട് ചെയ്യും കേട്ടോ. മഞ്ഞ കളറായതുകൊണ്ടേ പിന്നെന്താ പറയാൻ വന്നത്, ഞാൻ പറയുന്ന വെറുതെ ഒന്നും അല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഒരു പായ്ക്ക് അടിപൊളി കിടുക്കാഴ്ചയാണ്. 10-13 വയസ്സൊക്കെയുള്ള പെൺമക്കളുള്ള അമ്മമാർ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരിക്കും. നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. അതേ കയ്യിലൊക്കെ നമുക്ക് ഇത് തേച്ച് കൊടുക്കാം ഈ ക്രീം കേട്ടോ. കയ്യിലും ഒക്കെ നമുക്ക് കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. 10-20 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് കഴുകി മാറ്റിയാൽ മതി കേട്ടോ. നമ്മൾ മറ്റേ സാധാ പായ്ക്കളൊക്കെ ഇട്ട് നമ്മൾ കഴുകത്തില്ല, അതേമാതിരി നിങ്ങൾ അങ്ങ് കഴുകി മാറ്റിയാൽ മതി. പച്ച മഞ്ഞൾ, പണ്ടൊക്കെ പച്ച മഞ്ഞൾ എല്ലാ മുഖത്തൊക്കെ എല്ലാവരും ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഈ അവിടെയൊക്കെ ഉള്ളവർ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം ഇവരൊക്കെ കുളിക്കത്തില്ല. അവരുടെ കുളി ഒന്ന് കാണാനുള്ളതാണ് കേട്ടോ. ഞങ്ങളൊരാഴ്ചയൊക്കെ ബാംഗ്ലൂരിൽ പോയായിരുന്നു. ഇപ്പോഴല്ല, ഈ അടുത്ത സമയത്തല്ല പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാത്തൂനൊക്കെ അവിടെ നിന്ന സമയത്ത് പോയിട്ടുണ്ട്. അപ്പോഴപ്പുറത്തൊരു എന്താണ് പുള്ളി അവിടെ ഉള്ള ആളാണ്. പുള്ളി ഒരു വലിയൊരു അണ്ടാവിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ച് ഇതേപോലെ മഞ്ഞളും ഒക്കെ ഇങ്ങോട്ട് വാരി പൂശി ആ കുളി എന്ന് കണ്ട ഞങ്ങൾ ഭാഗത്ത് നിന്ന് ആ കുളി കണ്ട് കേട്ടോ. ഫുള്ള് കണ്ടേക്കും ആ കുളി കേട്ടോ. അത് നല്ലതാണ് ഇവരുടെ കുളി കാണാൻ. അന്നത്തെ ദിവസം അവർ നന്നായിട്ട് കുളിക്കും കേട്ടോ. ഈ വെള്ളിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ ഇവർ കുളിക്കുന്നത്. അല്ലാത്ത ദിവസമൊക്കെ ഇനി സ്പ്രേ അടിച്ചിട്ടായിരിക്കും നടക്കുന്നത് അല്ലേ, എനിക്കറിയത്തില്ല. ആ ഒരു കുളി ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം അവരുടെ ആ ഒരു കുളി കേട്ടോ. നമ്മളെന്നും കുളിച്ചിട്ട് ഇവിടെ ഒക്കുന്നില്ല, അവരാഴ്ചയിലാണ് കുളിക്കുന്നതെന്ന് കേട്ടോ. അതൊക്കെ അവരുടെ ഇഷ്ടം. അവർ സ്പ്രേ ഒക്കെ നമ്മുടെ ഇവിടെ ചിലരൊക്കെ ഉണ്ട് കുളിച്ചില്ലയിലും നനച്ചില്ലയിലും സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലേ. അമ്പട വീരന്മാരെ നമുക്കറിയത്തില്ലല്ലോ. അന്നല്ല എപ്പോഴും ഇതിലേക്ക് ഈ വണ്ടിക്കകത്ത് പോകുമ്പോഴേ ചില സ്പ്രേക്കൊക്കെ എന്തോ മണമെന്നറിയോ. അവരങ്ങ് വളവിൽ പോയാലും ഈ ഒരു സ്പ്രേയുടെ ഒരു മണം മുന്നിട്ട് നിൽക്കും കേട്ടോ. നല്ല ചില സ്പ്രേ എനിക്ക് അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ ഭയങ്കര തലവേദനയോ ഛർദ്ദിക്കാൻ വരും എന്താണെന്നോ എനിക്കറിയത്തില്ല കേട്ടോ. ചില സ്പ്രേ ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോഴിതേ വീണ്ടും നമ്മൾ ആ പായ്ക്കൊക്കെ ഇടുക കേട്ടോ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുടച്ചിട്ട് കാണിക്കാം കേട്ടോ. അടിപൊളി പായ്ക്കും. അപ്പോഴും നിങ്ങളെല്ലാവരും ഇത് ഇടണം കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ചോറെടുത്ത് കളയേ ചെയ്യരുത്. ഇതുമാതിരിയുള്ള കിടുക്കാച്ചി വിദ്യകളൊക്കെ അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് നിങ്ങൾ സുന്ദരിമാരും സുന്ദരന്മാരും ആയിക്കോ. ചില ആൺപിള്ളേരൊക്കെ ആയിരിക്കും ചേച്ചി ഞങ്ങൾക്ക് ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത്. എൻ്റെ പൊന്ന് ചേട്ടന്മാരെ അനിയന്മാരെ, മീശയും താടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്ന ആണുങ്ങൾക്ക് അങ്ങോട്ട് ഈ മഞ്ഞളിൻ്റെ കൂടുതൽ പ്രയോഗം ചെയ്യരുത്, രോമമൊക്കെ പോകും കേട്ടോ. നമ്മൾ സ്ത്രീകൾ കൂടുതലായിട്ട് മഞ്ഞൾ ഇത് ചെയ്യുന്നത് രോമമൊക്കെ ഉണ്ടല്ലോ, ഈ രോമമൊക്കെ പോകാൻ നല്ലതായി. എനിക്ക് മീശയുണ്ടാവില്ല, പിള്ളേർ പറയും ചില സമയത്ത് മീശയുള്ളത് ഞാൻ കേട്ടോ. ചുമ്മാ രസത്തിന് മീശ ചിലർക്കുണ്ടല്ലോ. അപ്പോൾ ആ രോമങ്ങളൊക്കെ പോകാൻ ഈ മഞ്ഞളിൻ്റെ പ്രയോഗം നല്ലതാണ്. കുഴപ്പമില്ല ചേട്ടന്മാരെ അനിയന്മാരെ, നിങ്ങളും ചെയ്ത് നോക്കിക്കോ. കൂടുതലായിട്ട് അങ്ങോട്ട് എന്നും പുരട്ടാൻ നിൽക്കേണ്ട കേട്ടോ. മഞ്ഞളിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ പുരട്ടിക്കോ. എന്തായാലും നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ തുടച്ച് കാണിക്കാം കേട്ടോ. അപ്പോഴേ നിങ്ങൾ ചെയ്യണേ. അന്ന് ഒത്തിരി പേര് കണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് ആ മഞ്ഞളും ചോറും മാത്രം മതിയില്ല, പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ അതെല്ലാം ഇട്ട് നിങ്ങളങ്ങ് ചെയ്തോളും കേട്ടോ. എന്നൊക്കെ എടുക്കുക ചെയ്യല്ലോ. അപ്പോൾ ഞാൻ മുഖം കഴിയട്ടെ വരത്തുള്ളൂ കേട്ടോ. ഇനി
ഇവിടെ വന്നിരുന്ന് കഴുകുന്നില്ല. മോൻ കഴിയട്ടെ, ഞാൻ മോൻ കാണിക്കാം കേട്ടോ. ഇവിടെ പായ്ക്കൊക്കെ ഉണങ്ങട്ടെ. ഇനി മിണ്ടരുത് കേട്ടോ, ഇത് ഉണങ്ങിയില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഉണങ്ങി കഴിയുന്നത് അത്രയും നേരം നമ്മൾ മിണ്ടാതെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചുളിവുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് നമ്മുടെ മുഖത്ത്. അപ്പോൾ ഇനി നമുക്ക് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നമ്മൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടച്ചുകൊണ്ട് വന്നു കണ്ടോ. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഇരുന്നേറും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞുള്ള. ഇന്നിപ്പോൾ ഞാൻ വെള്ളവും എടുത്തുകൊണ്ട് വെച്ചില്ല, അതാ ഞാൻ മുറ്റത്ത് പോയി ഞാൻ കഴിയിട്ടൊക്കെ വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ഞൾ അരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഇച്ചിരി ഒരു മഞ്ഞ കളർ വരും ഈ ഒരു പായ്ക്ക് ഇടുമ്പോഴും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി സൗന്ദര്യമൊക്കെ വരണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. അത് ഞാൻ എടുത്തത് കൊണ്ടാണ് കേട്ടോ ആ മഞ്ഞ കളർ വന്നത്. അത് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു പായ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ കഴുത്ത ഇട്ടിട്ടില്ലല്ലേ, കഴുത്ത ഇട്ടിട്ടില്ല, നമ്മുടെ മുഖത്ത് മാത്രമല്ലേ ഇട്ടുള്ളൂ. ഇവിടെ എല്ലാവരും ചെയ്ത് നോക്കണേ. അന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത് ചെയ്യണേ കേട്ടോ. നല്ല പായ്ക്ക് നമുക്ക് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് സൂക്ഷിക്കാൻ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദിവസം ഒരു പായ്ക്ക് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അന്നെന്നുള്ളത് ഞാനേ അന്നൊന്ന് ഇങ്ങനെ ചെയ്ത് അന്നൊന്ന് നമ്മൾ ഉണ്ടാക്കി അങ്ങ് ചെയ്യുമല്ലേ, കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഞാൻ ഒന്ന് എടുത്ത് വെച്ചതാണെന്ന് വെച്ചാൽ പരീക്ഷിക്കാൻ വേണ്ടി പന്നലായി പോകും എന്തുവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇത് നമുക്ക് എന്നും ചോറെടുത്ത് അരച്ച് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് മഞ്ഞളും ഒക്കെ അരക്കേണ്ട. അപ്പോഴും ഇത് രണ്ടും കൂടെ ആയിരുന്നല്ലോ അന്ന് ഞാൻ അരച്ചത്. അപ്പോഴേ ഇച്ചിരി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാലേ ഒരു ഇതൊക്കെ മതി കേട്ടോ. ഈ മഞ്ഞൾ ഒരു ഒത്തിരി ഒന്നും വേണ്ട. ഞാൻ അപ്പോഴും അരച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇതായിരിക്കുമെന്ന്, അല്ല കളറില്ലെന്ന് വിചാരിച്ച അന്ന് ഞാൻ വിചാരിച്ച ആ മഞ്ഞളിന് കളറേ ഇല്ലെന്ന്. പക്ഷെ നല്ല കളറായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോഴെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇടുക്കാച്ച ഒരു പായ്ക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്ക് രീതി നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചില്ല, അന്ന് ഉണ്ടാക്കി കാണിച്ചതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാൻ. നമുക്ക് ഒക്കെ വേണ്ടല്ലോ, നമുക്ക് സാധനം ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഒന്ന് ഇട്ട് കാണിച്ചത് കേട്ടോ. അത് ചീത്തയാവത്തില്ല കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. നിങ്ങൾക്ക് കുളിക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് 10-20-30 മിനിറ്റ് ഒത്തിരി അങ്ങ് ഉണങ്ങി പോകണ്ട കേട്ടോ. അത് ഏത് പായ്ക്കാണെങ്കിലും നമ്മളങ്ങ് ഒത്തിരി ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുഖം തുടച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ഇതായി പോയാൽ നമ്മുടെ മുഖം ചീത്തയായി പോകും കേട്ടോ. ഒത്തിരി അങ്ങ് ഉണങ്ങാനൊന്നും നിൽക്കേണ്ട. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് കുളിക്കുന്നതിന് ഒരു 10-25 മിനിറ്റ് മുമ്പ് ഇത് നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ നമുക്ക് തൂക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കുളിക്കാം കേട്ടോ. പിന്നെ സോപ്പിടരുതെന്നേ ഉള്ളൂ മുഖത്തൊന്നും. ഇത് ചെയ്തിട്ട് പ്രയോജനം കിട്ടത്തില്ല അല്ലേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇവിടെ രാവിലെ മുതലേ പിന്നെ അങ്ങ് മഴയാണ്, വീണ്ടും മഴയായി. ഓണമൊക്കെ വെള്ളത്തിലാവുമെന്നാണ് തോന്നുന്നത്. മുളകും മല്ലിയൊക്കെ നിങ്ങളൊക്കെ വാങ്ങിച്ച് ഉണക്കിയോ? അപ്പോഴിങ്ങനെ മഴ അങ്ങോട്ട് പെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുമല്ലേ? അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ.